ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പച്ചത്തുള്ളൻ പ്രാണിയെ പറ്റിയാണ്. കേരളത്തിൽ എമ്പാടും കാണപ്പെടുന്നതും ഒട്ടുമിക്ക ജനങ്ങൾക്കും സുപരിചിതമായ ഒരു ക്ഷേത്രപദമാണ് പച്ചത്തുള്ളൻ. പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഇവ തൊഴാന, പച്ചപ്പക്കി, അന്നം, പ്രാർത്ഥനാ പ്രാണി എന്നിങ്ങനെയൊക്കെയും അറിയപ്പെടുന്നു. ചിലക്ക് പോലെ നേർത്ത ചിറകുകളോട് കൂടിയ ഇവ അധികവും തൊടിയിലോ ചെടി പടർപ്പുകളിലോ ആണ് കാണുകയെങ്കിലും ചിലപ്പോൾ വീടുകൾക്കുള്ളിൽ പ്രത്യേകിച്ച് സന്ധ്യാവേളകളിൽ കാണാറുണ്ട്. ഷഡ്പദങ്ങളിൽ പെടുന്നവയാണെങ്കിലും മുൻകാലുകൾ, കൈകൾ നടക്കുവാനായി ഉപയോഗിക്കാറില്ല. മുൻകാലുകൾ സാധാരണയായി തൊഴുത്ത് പിടിച്ചിരിക്കുന്ന വിധത്തിൽ പിടിച്ച് നടക്കുന്നതിലാണ് തൊഴും പ്രാണി എന്ന് പേര് വന്നത്. മറ്റുള്ള തൊഴും പ്രാണികളെ പോലെ തന്നെ പൂർണ്ണമായും മാംസഭുക്കാണ് പച്ചത്തോഴും പ്രാണി. പുൽച്ചാടികൾ, ചിത്രശലഭങ്ങൾ, ഷഡ്പദങ്ങൾ എന്നിവയാണ് പ്രധാനമായും ആഹാരം. ഇരയെ കണ്ടെത്തിയാൽ ദൃഷ്ടികൾ ഇരയിൽ ഉറപ്പിച്ച് മുൻകാലുകൾ ഇരുവശത്തേക്കും ഉയർത്തി ചിറകുകൾ വിടർത്തി അനങ്ങാതെ ഇരയെ പിടിക്കാൻ തയ്യാറെടുക്കും. ഇര വേണ്ടത്ര അരികിലെത്തിയാൽ ഒരൊറ്റ കുതിപ്പിന് തന്നെ ഇരയെ കീഴ്പ്പെടുത്തുന്നു. മുൻകാലുകളിലെ ഈർച്ച വാളിനോട് സാദൃശ്യമുള്ള ഭാഗം ഇരയുടെ ശരീരത്തിൽ തുളച്ച് ഇറക്കാനും അവയെ കഷ്ണങ്ങളാക്കാനും പര്യാപ്തമാണ്. കീറി മുറിക്കുമ്പോൾ ഇരയുടെ ശരീരത്തിൽ രക്തവും കുടിക്കുന്നതിനാൽ ഷഡ്പദങ്ങളിലെ രക്തരക്ഷസ് എന്നും ചിലപ്പോൾ ഇവയെ വിളിക്കാറുണ്ട്. മഴക്കാലം കഴിയുന്ന ഉടനെയാണ് ഇവയുടെ പ്രത്യുൽപാദന കാലം. മുഖാമുഖമുള്ള ഒരു ദ്വന്ദ്വ യുദ്ധ സമാന ചേഷ്ടകളോടെയാണ് പ്രത്യുൽപാദന ധർമ്മം ആരംഭിക്കുന്നത്. പിന്നീട് നൃത്തച്ചുവടുകളും ചിറക് വിടർത്തി ആടലും ഒക്കെയായി ഏറെ നേരം നീണ്ടു നിൽക്കുന്നു. ആൺപ്രാണിയുടെ മരണത്തോട് കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. പെൺപ്രാണി തൻ്റെ കൈകളാൽ ആണിനെ ഞെരിച്ചു കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നു. നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്ന ചെടികൾ, കല്ലുകൾ, ചെറിയ വിടവുകൾ മുതലായിടത്ത് പെൺപ്രാണി തൻ്റെ ശരീര സ്രവങ്ങളോടൊപ്പം മുട്ടകളും നിക്ഷേപിക്കുന്നു. ചെടികളിലും മറ്റും ചെറുപത കൂട്ടമായി ഇവയുടെ മുട്ടക്കൂട് കാണാറുണ്ട്. ചൂട്, തണുപ്പ് തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥകളെ ചെറുക്കുന്ന സുതാര്യമായ കുമിളകൾക്കുള്ളിൽ ആയാണ് മുട്ടകൾ ഉണ്ടാവുക. സൂര്യപ്രകാശമേറ്റ് ഏതാനും നാൾ കിടക്കുന്ന ഈ സുതാര്യ കുമിളകൾ അതാര്യം ആവുകയും ചെറു കൂടാവുകയും ചെയ്യുന്നു. അനുകൂല സാഹചര്യത്തിൽ മുട്ടകൾ വിരിയുന്നു. അനുകൂല സാഹചര്യത്തിനായി ഏതാനും മാസങ്ങൾ വരെ മുട്ട വിരിയാതെ കിടക്കാറുണ്ട്. ആദ്യകാലങ്ങളിൽ മുട്ടകളിൽ സൂര്യപ്രകാശം ഏൽക്കുക എന്ന ധർമ്മവും പിന്നീട് മുട്ട വിരിയാറാകുമ്പോൾ കുഞ്ഞിനെ ശത്രുക്കളിൽ നിന്ന് ഒളിപ്പിച്ച് നിർത്തുക എന്ന ധർമ്മവും കുമിളകൾ നിർവഹിക്കുന്നു. കനത്ത മഞ്ഞ് പ്രദേശങ്ങൾ ഒഴികെ ഭൂമിയിലെ മിക്ക ഇടങ്ങളിലും തൊഴുപ്രാണികളെ കാണാം. എങ്കിലും ഭൂമധ്യരേഖ പ്രദേശങ്ങളോടടുത്താണ് അവയെ കൂടുതലായും കാണാൻ കഴിയുന്നത്. പച്ചത്തുളും പ്രാണിയെ തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് കണ്ടുവരുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.